എന്താടാ വലിയ ആർട്സ് ബോഡി ഗാർഡ് മൊത്തത്തിൽ ആളങ്ങ് മാറിപ്പോയല്ലോ. നിന്നെ റിച്ച് പോയാക്കാം പറയുന്നത് കേൾക്ക്. ആ പറയൂ ബ്രോ. ആ സീത എന്ന് പറയുന്ന പെങ്കൊച്ചിനെ മറന്നേക്ക് മോനെ. കാരണം നീ അവളുടെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്നുണ്ട്. അവളാണെങ്കിൽ നിന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒന്നും ആലോചിക്കാത്ത നിന്റെ മനസ്സിൽ ഡെറ്റോൾ ഒഴിച്ച് അവളെ അങ്ങ് കഴുകി കളഞ്ഞേക്ക്. എന്റെ സീത അങ്ങനെയൊന്നും അല്ലടാ, അവളൊരു നല്ല കുട്ടിയാ. അച്ഛനെ നല്ല പെണ്ണുങ്ങളും ഡയനോസേഴ്സും ഒരുപോലെയാ. എന്താണെന്നറിയോ, ഈ രണ്ട് ഇപ്പൊ ലോകത്തില്ല. ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. അവളെ നീ അങ്ങ് മറന്നേക്ക്. ഞാൻ അവളെ മറക്കണം അതല്ലേ? മറക്ക് മറക്ക്. അവളെ മറക്കാൻ പറ്റുന്നില്ലടാ. അതിനൊരു ഐഡിയ പറഞ്ഞ. എന്തോന്ന്? നിനക്ക് സെറ്റാക്കാനും ഞാൻ തന്നെ ഐഡിയ തരണം, നീ മറക്കാൻ വേണ്ടിട്ട് ഞാൻ തന്നെ ഐഡിയ തരണം. എനിക്ക് വേറെ ജോലിയില്ലേ? ഒന്ന് പോടേക്ക. ഇത്രയും നാൾ ഫോളോ ചെയ്ത എന്റെ ലവർ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ആഫ്റ്റർ ഓൾ നീ ഒരു ഫ്രണ്ട് അല്ലേ, നിനക്ക് എങ്ങനെ മനസ്സിലാവും? ആഫ്റ്റർ ഓൾ ഫ്രണ്ടോ? അച്ഛനെ ജീവനുള്ളത് വരെ ഫ്രണ്ടാടാ. എനിക്ക് നീയാ ഇമ്പോർട്ടന്റ്. ഞാൻ മറന്നേക്കടാ. ഇതെന്താ, ഒരിക്കലും ഇവളെ കാണരുതെന്നാ വിചാരിച്ചേ. ഇവളിപ്പോ എന്നെ അന്വേഷിച്ചു വരിക. ഇനി ചിലപ്പോ സ്നേഹം പറയാൻ വന്നായിരിക്കോ? സർ, വേദിയിലിരിക്കുന്ന അധ്യക്ഷരെ, എന്തോ വലിയ കാര്യം പറയല്ലേ. വേദിയിലിരിക്കുന്ന അധ്യക്ഷരെ, ബഹുമാന്യരെ, നിങ്ങളെ കാണാൻ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. എന്നാ ആ മനോഹരൻ ജോലിയുടെ കാര്യത്തിന് പറഞ്ഞാണോ? ഇതൊക്കെ പാർട്ടി ഓഫീസിൽ വന്ന് പറയേണ്ട കാര്യമില്ല. അങ്കിൾ, ഞാൻ നിങ്ങളെ കാണാനല്ല വന്നത്, രാം സാറിനെ കാണാൻ വന്നതാ. രാം സാറോ? റാം സാറാ? മോളുടെ പേരെന്താ? സീത. സീതയോ? പണ്ട് ഞാൻ കണ്ട ഒരു സിനിമയുണ്ട് മോളെ, അതിലെ ഹീറോയുടെ ജോഡിയായിട്ട് വരുന്ന പെണ്ണിന്റെ പേര് സീതാന്നാ. നിങ്ങളെ കണ്ടിട്ടില്ലേ? രാമ എന്റെ മോനെ. മോൾ അകത്തേക്ക് വാ. അതെ, ഈ പെൺകുട്ടിയായിരിക്കും നമ്മുടെ പൊന്നുമോൻ പ്രേമിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ചേച്ചിയാ. ഇത് നോക്കിയാ ഡെയിലി അവൻ പിച്ചുമ്മയും പറയുന്നത്. ചേച്ചിക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല. ചേച്ചിയുടെ പുറകെ കള്ളൊക്കെ കുടിച്ച് താടിയൊക്കെ വളർത്തി സിമ്പതി ഉണ്ടാക്കാൻ നോക്കും. അതൊക്കെ കണ്ട് മയങ്ങി അവനെ പ്രേമിക്കാനൊന്നും നിൽക്കല്ലേ. എന്റെ പൊന്നുമോളെ ഇവനെ പ്രേമിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? പൊന്നുമോളെ നിന്നെ കണ്ടൊരു കുടുംബത്തിൽ പറഞ്ഞ മൊങ്ങച്ചിനെ പോലെ തന്നെയുണ്ട്. നിനക്കൊരു നല്ല ചെറുക്കനെ കിട്ടുമെന്നേ. അപ്പനാ ഇങ്ങനെ വേണം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? റാം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അവനെ പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നത് എന്തിനാ? ആന്റി, ഞാൻ പറയുന്നതൊന്ന് കേക്കൂ. എന്റെ മോള് ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി. പിന്നെ അവൻ നിന്നെ പാർക്ക്, ബീച്ച് അങ്ങനെയുള്ളടത്തൊക്കെ കൊണ്ടുപോകാറുണ്ടോ മോളെ? കൊണ്ടുപോയിട്ടുണ്ടാവും. അതെ, നമ്മുടെ മരുമോളെ കണ്ടില്ലേ, മഹാലക്ഷ്മിയെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. അവള് മഹാലക്ഷ്മി ആണെങ്കിൽ പിന്നെ ഞാനാരാ? കേറി വാടി, പോലീസ് കേറി. ഇവളോ? എന്താ സീത, വന്നിട്ട് ഒത്തിരി നേരമായോ? അല്ല മോളെ, അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ആന്റി, ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, ഹോസ്റ്റൽ മേറ്റ്സ് ആണ്. ആന്റി, രാമല്ലേ? അതെ, കുറെ നേരമായിട്ട് അവൻ ജനലിൽ കൂടെ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. വാ, നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് പോവാം. എക്സ്ക്യൂസ് മീ, can I come to my house? കേറി വന്നാട്ടെ സാറേ. ഏയ് കനക, സുഖമല്ലേ? മാഡം ആരാണ്? ഇവളാണ് എന്റെ ഫ്രണ്ട് സീത. ഓ, മൈ നെയിം ഈസ് റാം. നൈസ് ടു മീറ്റ് യു. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ മുറച്ചെറുക്കൻ ഒരു പണിക്കും പോകാതെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവൻ. ആ മുതലായത്. പിന്നെ രാം, ഇവൾക്കൊരു ചെറിയ പ്രശ്നം, അത് നീ വേണം സോൾവ് ചെയ്യാൻ. പറഞ്ഞോളൂ, എന്താ പ്രോബ്ലം? എന്റെ ബാഗില് ഏതോ ഒരുത്തൻ വേണമെന്ന് വെച്ചാൽ മൊബൈൽ കൊണ്ട് വെച്ചേക്കായിരുന്നു. എന്നിട്ട് എന്നോട് അവിടെ വാ ഇവിടെ വാന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എന്നെ പറ്റി എന്നോട് തന്നെ വന്ന് പറയാണല്ലോ. ശരി, നിയമപരമായിട്ട് ആക്ഷൻ എടുക്കാന്ന് നോക്കിയപ്പോ ലേഡീസിന്റെ കാര്യമായി പോയി. നീ വേണം ആ റാസ്കൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ. നീ അവനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഈവ് ടീസിംഗ് എന്ന് പറഞ്ഞ് ഞാൻ അവനെ 6 മാസം അകത്തിടും. ഈവ് ടീസിംഗ്? ആ റാസ്കലിനെ എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ? സീത, ആ ഫോൺ ഇങ്ങ് തന്നെടി. ഈ ഫോണാ? എന്താ, നിനക്ക് അറിയുന്ന ആരുടെയും ഫോണാ? അല്ലല്ല, ഇതില് വോളിയം നന്നായി കേൾക്കും. ഡ്യുവൽ സിമാ, അടിപൊളി ഫോണാ. ഈ ഫോൺ എന്റെ ബാഗിൽ കൊണ്ടുവച്ചത് ആരെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് സാറിന്റെ കയ്യിലൊന്നും കൊടുക്കണ്ടെന്നേ. പുതിയതാണെന്ന് പറഞ്ഞ് ചിലപ്പോ വിറ്റിട്ട് കുടിച്ചു കളയും. നിന്നോടൊരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. എന്താ നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? നീ ഫോൺ ചെയ്തിട്ട് ഞാൻ എടുത്തില്ലെന്നോ? എന്തൊക്കെയാ പറയുന്നത്? ആദ്യം നിന്റെ ഫോൺ കാണിച്ചേ. ആക്ച്വലി എന്റെ ഫോണിന്റെ ബാറ്ററി ലൈൻ. എടാ ദ്രോഹി, ഞാൻ നിനക്ക് ടൈം പാസ് ആണല്ലേ? അത് നമ്പർ 6. ആക്ച്വലി കുറച്ചാൾ മുമ്പ് ഒരു 4 ആയിരുന്നു നീ. അത് കഴിഞ്ഞ് 2 പേര് വന്നു. അതാ ഞാൻ എന്ത് ചെയ്യാനാടാ? Funny girls.
ഇനി നീ ഈ ടൈം പാസിന്റെ അടുത്ത് പണം ചോദിച്ചു വാ, അപ്പൊ കാണിച്ചു തരാം. ആദ്യം നീ അവൻ ആരാണെന്ന് കണ്ടുപിടിക്കും. വാ സീത. ബൈ സീത, നൈസ് മീറ്റിംഗ്. അവള് തന്നെ എൻ്റെ അടുത്ത് വന്ന് ഫോൺ ആരുടെയാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. ഇവളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഇതാണ് ലാസ്റ്റ് ചാൻസ്. സേവകനെ അയച്ചാലോ? രണ്ടുപേർക്കും അവനെ അറിയാം, അപ്പൊ അത് വർക്കൗട്ട് ആവില്ല. വേറെ ആരായി പായിക്കുക? ഒരുപാട് ദൂരത്താ ചൈന. ഇങ്ങനെ വരാൻ സമയമെടുക്കും. അവൻ തന്നെ മുങ്ങി ചത്തുപോയില്ലേ. ഇവരെ കൊണ്ടൊന്നും നടപടിയാവില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഈക്വലായിട്ട് കരണ്ട് തൊട്ടാലേ ഷോക്കടിക്കൂ. ഈ പവറിനെ കണ്ടാൽ തന്നെ ഷോക്കടിക്കൂടാ. യെസ്, താങ്ക് ഗോഡ്. ബീർബാൽ അഭിനയക്കളരി വെൽക്കംസ് യു. നമസ്കാരം. താങ്കളെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ബോയ്സ് പറഞ്ഞത് ഐ എം വെരി വെരി ബിസി മാൻ. മോഡലിംഗ്, ഫാഷൻ ഷോ, ആക്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് നോ ടൈം, ഓൺലി 10 minutes. സമയമുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാലും. ചേട്ടാ, ഈ ഫോൺ വെച്ച് ഒരു നാടകം കളിക്കണോ? അനിയ, ഫോൺ കൊണ്ട് കോളല്ലേ ചെയ്യാൻ പറ്റൂ, നാടകം എങ്ങനെ ചെയ്യും? ജസ്റ്റ് ഫോർ ഫൺ. അല്ല, ചേട്ടൻ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല അനിയ, കോൺസെപ്റ്റ് വളരെ ചെറുതാണല്ലോ. എന്നാ പൊന്നിയിൻ സെൽവൻ ചെയ്താലോ ചേട്ടാ? മണിരത്നം കുറെ നാളായിട്ട് ആലോചിക്കുക. ജസ്റ്റ് ഫോർ ഫൺ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ചേട്ടനല്ലാതെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേറൊരു ആളില്ലാന്നേ. അനിയ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് ആക്ഷനിലാണ് ഇൻട്രസ്റ്റ്. ലവ് ഒന്നും എനിക്ക് സെറ്റ് ആവൂല. ചേട്ടാ, കാതൽ ദേശം ഇറങ്ങിയതിനു ശേഷമാ അബ്ബാസിന് തമിഴ്നാട് മുഴുവൻ ഗേൾ ഫാൻസ് വന്നത്. അങ്ങേര് കഴിഞ്ഞ തമിഴ്നാട്ടിൽ മുഴുവൻ ഗേൾ ഫാൻസ് ഉള്ള ഒരേ ഒരാൾ നിങ്ങളാ. ചേട്ടന്റെ പല്ല് കണ്ട എന്താ ചേട്ടാ ആലോചിക്കുന്നേ? സെറ്റ് ആവുന്നേ? സെറ്റ് ആവൂടാ? പ്ലീസ് എനിക്ക്. മൈ നെയിം ഇസ് റാം. മൈ നെയിം ഈസ് ബീർബാൽ. ഈ പേരെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കണിയാ? ചോദിച്ചേ പറ്റുവനിയാ? എങ്ങനെ വന്നേ? എടാ അസിസ്റ്റന്റ്, ഒന്ന് പറഞ്ഞു കൊടുക്കടാ. അണ്ണൻ നൈറ്റിൽ അടിക്കുന്നത് ബിയർ, പകലടിക്കുന്നത് പാല്. ബിയർ ആണെങ്കിലും ശരി, പാലാണെങ്കിലും ശരി, ഒറ്റ വലിയ. എന്താ നോക്കുന്നേ? നിങ്ങൾക്ക് വേണ്ടി അഭിനയിക്കുന്ന കാര്യം മൈൻഡിൽ സെറ്റ് ചെയ്യാണ് മോനെ. കൊണ്ടൊന്നു ഇയാള് ശരിയാവില്ല. ഇവരെന്തായിരിക്കും ആലോചിക്കുന്നത്? അതൊക്കെ പോവാ, അതാ നല്ലത്. ആ, ഒരു നല്ല ഡോക്ടറെ കാണണേ ചേട്ടാ. ബോയ്സ്, ഇതൊന്ന് കാണിച്ചു കൊടുക്ക. സിംഹത്തെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും, ടിവിയിൽ കണ്ടിട്ടുണ്ടാവും, സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. എന്തിന്? തനിച്ച് കൂട്ടിനുള്ളിൽ അടച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഗൗരവത്തോടെ കാട്ടിനുള്ളിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? വെറിയോടെ തനിച്ച് നിന്ന് വേട്ടയാടുന്നത് കണ്ടിട്ടുണ്ടോ? മോനെ ഓങ്ങി അടിച്ച 1.5 ടൺ വെയിറ്റ് ആടാ. കാണോടാ, കാണോടാ, കാണോടാ. സിംഗം. ആരവിടെ തമിഴ്? എവിടെവൻ? നീയാണോ തമിഴ്? നീയാണോടാ തമിഴ്? എവിടെന്ന് പറ. തമിഴ് ആരാണെന്ന് അറിയണോടാ? ആരുടെ അടികിട്ടിയ ഭൂമി കുലുങ്ങുന്ന പോലെ ശരീരം മുഴുവൻ അനുഭവപ്പെടുന്നുവോ അവനാണ് തമിഴ്. ഞാനാണ് തമിഴ്. ഒരിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞാ പിന്നെ എന്റെ വാക്കുകൾ ഞാൻ പോലും അനുസരിക്കില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇതെങ്ങനെയുണ്ട്? എന്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും, ഓരോ നിമിഷങ്ങളും, എന്തിന് ഓരോ സെക്കൻഡുകളും ഞാൻ പാഴാക്കില്ലടാ. ഇതൊക്കെ അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണോ? 25 വർഷം കൂടെ ജീവനോടെ ഇരുന്ന് എന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞാലേ എന്നെ തനിച്ചാക്കിട്ട് പോയില്ല തള്ളേ. ഞാനിതെങ്ങനെ സഹിക്കുവേ? എന്താ സന, തല ഇറങ്ങുന്നുണ്ടോ? ഇപ്പൊ കറങ്ങുന്നത് നോക്കിക്കോ. സോൾജേഴ്സ്, റൊട്ടേറ്റ് യുവർ ഹെഡ്സ്. കണ്ടോ? രജനീകാന്ത് സാറേ, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇവനെ ഇതോടെ നിർത്തിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ചേട്ടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല.
എന്റെ ജീവിത പ്രശ്നം. വിഷമിക്കണ്ട അനിയ, ഓസ്കർ വാങ്ങുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം തന്നെ. ആക്ടിങ് എന്റെ രക്തത്തിൽ ഊറി കിടക്കാന്നേ. ഒന്നും പേടിക്കണ്ട, ഞാൻ പൊളിച്ച് കൈ തരാന്നേ. ചേട്ടന് കിട്ടാത്തൊരു ഓസ്കാറൊക്കെ ഓസ്കാറാണോ? അല്ലാതെ നാളെ അഭിനയിച്ച് തകർക്കണേ. ഉറപ്പായിട്ടും. വീഡിയോ ആരും കാണിക്കണ്ട ഇനി പോലെ. ഓക്കേ? ആ.